പ്രിയ പ്രേക്ഷകരെ, ലോകം ഇപ്പോൾ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന ഒരു സുപ്രധാന കൂടിക്കാഴ്ച കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം മാത്രമല്ല, മറിച്ച് ഒരു പുതിയ ശക്തിയുടെ ഉദയം കൂടിയാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ അർമേനിയൻ ലഫ്റ്റനന്റ് ജനറൽ എഡ്വേർഡ് അസ്ട്രിയാനുമായി നടത്തിയ ചർച്ചകൾ കേവലം നയതന്ത്രം മാത്രമല്ല, ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗം തന്നെയാണ്. ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള ശത്രു രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഡൽഹിയിൽ സംഭവിച്ചത്? ഇന്ത്യ എങ്ങനെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളാണ് ലോകത്തിന് നൽകാൻ പോകുന്നത്? നമുക്ക് നോക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അർമേനിയയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് ജനറൽ എഡ്വേർഡ് അസ്ട്രിയാൻ ന്യൂഡൽഹിയിൽ എത്തിയത്. അദ്ദേഹത്തിന് നൽകിയ ഗാർഡ് ഓഫ് ഓണർ തന്നെ ഇന്ത്യ ഈ ബന്ധത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ വലിയ തെളിവായി നിൽക്കുന്നു. നമ്മുടെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാനുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്തത് പുതിയ സൗഹൃദ പങ്കാളിത്തങ്ങളെ കുറിച്ചാണ്. അതായത് അത്യാധുനിക പ്രതിരോധ സുരക്ഷാ സാമഗ്രികൾ ഇന്ത്യയും അർമേനിയയും ചേർന്ന് വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ആ വലിയ വാർത്ത. മുൻപ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നതായിരുന്നു നമ്മുടെ രീതി എങ്കിൽ ഇന്ന് ഇന്ത്യ ലോകത്തിനായി സാങ്കേതിക വിദ്യ നൽകുന്ന ഒരു വലിയ ഗുരുവായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഈ ഒരു കൂടിക്കാഴ്ച പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജനറൽ അനിൽ ചൗഹാൻ അർമേനിയയിൽ 4 ദിവസം സന്ദർശനം നടത്തിയിരുന്നു. അവിടെ വെച്ച് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിന്യാനും പ്രതിരോധ മന്ത്രി സുരേൻ പപ്പിക്കാനുമായും അദ്ദേഹം പ്രധാന ചർച്ചകൾ നടത്തി. അന്ന് നട്ട വിത്തുകളാണ് ഇന്ന് ഡൽഹിയിൽ മുളച്ചു വരുന്നത്. ഈ ചർച്ചകളുടെ ലക്ഷ്യം ലളിതമാണ്. രണ്ടു രാജ്യങ്ങളുടെയും സുരക്ഷാ മേഖലകളെ കൂടുതൽ ശക്തമാക്കുക, ആഗോളതലത്തിൽ ശക്തി പ്രാപിക്കുന്ന ഡിജിറ്റൽ യുദ്ധതന്ത്രങ്ങളും സൈബർ വാർഫെയർ, ബഹിരാകാശ സുരക്ഷയിലും ഇന്ത്യ അർമേനിയയെ സഹായിക്കാൻ പോവുകയാണ്. ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ആഗോള വിജയമായി തന്നെ കണക്കാക്കണം. അർമേനിയയിലെ നാഷണൽ ഡിഫൻസ് റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ജനറൽ അനിൽ ചൗഹാൻ നടത്തിയ പ്രസംഗം ലോക ശ്രദ്ധ നേടിയിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യമാണ്: ഇനി വരാനിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ് എന്നതാണ്. ഇലക്ട്രോണിക് സുരക്ഷാ സംവിധാനങ്ങൾ, അത്യാധുനിക റഡാർ സാങ്കേതിക വിദ്യ, ബഹിരാകാശാധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ, ഇക്കാര്യങ്ങളിലെല്ലാം ഇന്ത്യയുടെ മികവ് അർമേനിയയുമായി പങ്കുവയ്ക്കും. ഇന്ത്യ നിർമ്മിക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇന്ന് ആഗോള വിപണിയിൽ വൻ ഡിമാൻഡാണ്. നമ്മൾ വെറും ഒരു കച്ചവടക്കാരല്ല, മറിച്ച് തന്ത്രപരമായ പങ്കാളികളാണെന്ന് അർമേനിയയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കൂട്ടുകെട്ട് നിർണായകമായി മാറുന്നത്? സിമ്പിളായി പറഞ്ഞു തരാം. ചിലർ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇന്ത്യയും അർമേനിയയും ഇത്രയും അടുക്കുന്നതെന്ന്. ഉത്തരം ലളിതമാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ വലിയൊരു പങ്കാണ് ഇപ്പോൾ അർമേനിയയ്ക്കുള്ളത്. മുൻപ് വൻകിട ശക്തികൾ മാത്രം അടക്കി വാണിരുന്ന മേഖലകളിൽ ഇന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ മുദ്ര പതിഞ്ഞ ഉപകരണങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ കരുത്ത് വളരുന്നതിൽ ഭയപ്പെടുന്ന ചില അയൽ രാജ്യങ്ങൾക്ക് ഈ കൂട്ടുകെട്ട് ഒരു താക്കീത് കൂടിയാണ്. ഏഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിക്കുന്നു എന്നതിന്റെ വലിയ തെളിവ് കൂടിയാണിത്. സുഹൃത്തുക്കളെ, ലോകം മാറുകയാണ്, കൂടെ നമ്മുടെ ഇന്ത്യയും. നമ്മൾ ഇനി ആർക്കും പിന്നിലല്ല. അർമേനിയയുമായുള്ള ഈ പുതിയ സഹകരണം ഇന്ത്യയെ വൻ ശക്തികളുടെ നിരയിൽ മുൻപന്തിയിൽ എത്തിക്കുമെന്നത് നിസ്സംശയം പറയാം. ഇന്ത്യയുടെ ഈ പുതിയ പടയോട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി കാത്തിരിക്കുക. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.